Hello my dears. Hello. Welcome to Clone Couple YouTube channel. അപ്പോൾ ഇന്ന് ഡിസംബർ 5th ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. പുഷ്പ 2ന്റെ റിലീസ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ബോക്സ് ഓഫീസ് കത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറെ തിയേറ്ററുകളിലൊക്കെ 1 മണിക്കൊക്കെ വെളുപ്പിന് 1 മണിക്കൊക്കെ ഷോസ് സ്റ്റാർട്ട് ചെയ്തു. 2 ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ 10:30ക്കുള്ള ഷോ ആണ് എടുത്തിരിക്കുന്നത്. ആറ്റിങ്ങൽ ഡ്രീംസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താവും നമുക്ക് കണ്ടറിയണം. ഒരുവിധം എല്ലാ സിനിമകളും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ മിക്കവാറും കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഏത് ഫിലിമായിരുന്നു, തങ്കലാൻഡ് ചെയ്തിരുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ റിവ്യൂ പറഞ്ഞില്ല. റിവ്യൂ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനില്ലായിരുന്നു. റിവ്യൂ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമയും കൊള്ളാം, എല്ലാ സിനിമയും എല്ലാവരും കാണുക. അതെ, എല്ലാ സിനിമയ്ക്കും അല്ലെങ്കിൽ ആരെങ്കിലും അഭിപ്രായം കേട്ടിട്ട് എല്ലാ സിനിമ കാണണോ വേണ്ട തീരുമാനിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടു നോക്കിയാലും അറിയാം. നമ്മൾ കണ്ടു നോക്കുക, എല്ലാ സിനിമയും നമ്മൾ കണ്ടു നോക്കുക. അതാണ് കറക്റ്റ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ കണ്ടിട്ടാവരുത് നിങ്ങൾ ഫിലിം കാണാൻ. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വേറൊരാളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, നമ്മൾ തന്നെ കണ്ട് നമ്മൾ തീരുമാനിക്കുക. അതിനകത്ത് ഈ സിനിമാക്കാർ പറയുന്ന രീതിയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കുറെ പേരുടെ വരുമാനം അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കാണുക, നമുക്ക് ഇഷ്ടപ്പെടുക. പുഷ്പ 1 എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനും ഒരുപാട് മിക്സഡ് അഭിപ്രായമൊക്കെ ഉണ്ട്, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്, എല്ലാം കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പക്ഷെ ഏജ്ഡ് ആയിട്ടുള്ള ഫാമിലി ഓഡിയൻസിനൊന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലല്ല. അതിപ്പോ ഈ ഇതുപോലുള്ള മസാല പടങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്ഥലം വർക്കലയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്നത് ആറ്റിങ്ങിലാണ്. അപ്പൊ ആറ്റിങ്ങിൽ തന്നെ ആയിരിക്കും നമ്മൾ മാക്സിമം സിനിമകളെല്ലാം കാണുന്നത്. കാര്യം ഒന്ന് ഡ്രീംസിലായിരിക്കും, അല്ലെങ്കിൽ പാരിപ്പള്ളി രേവതിയിലായിരിക്കും ഫിലിംസ് ഒക്കെ കാണുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഐമാക്സിലൊക്കെ കാണണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ രാവിലെ മോനെ സ്കൂളിൽ വിട്ടിട്ട് പെട്ടെന്ന് ഓടിയെത്താനായിട്ട് നമുക്ക് ആറ്റിങ്ങൽ തന്നെ ആയിരിക്കും എളുപ്പം. ആറ്റിങ്ങൽ അല്ലെങ്കിൽ പാരിപ്പള്ളി തന്നെ ആയിരിക്കും എളുപ്പം. പിന്നെ കുറെ നാളായിട്ട് നമ്മുടെ ലാലേട്ടന്റെ ആശീർവാദ്, കൊട്ടിയം ആശീർവാദിൽ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ മാക്സിമം സെക്കൻഡ് ഷോ ഇപ്പൊ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ മോന് സ്കൂളിൽ പോകണം. അപ്പൊ അതിന്റെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ചെറിയ നമ്മളെല്ലാം നോക്കണമല്ലോ അല്ലേ. ധൃതി പിടിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്കിനി ഫിലിം കണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ സിനിമ കണ്ടിറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. സിനിമയില് പറയുന്നുണ്ട്, അല്ല പുഷ്പ ഫ്ലവർ അല്ല, ഫയറല്ല, വൈൽഡ് ഫയർ ആണ്. അത് തന്നെ, ആ ഒരു ഫീൽ തന്നെ. നമ്മളൊരു വൈൽഡ് ഫയർ എന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന പോലെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ തോന്നിയത്. പുഷ്പ കണ്ട് തളർന്നു എന്ന് വേണം പറയാൻ. എന്റെ ദൈവം, എന്താ കാണിച്ചു ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത. പിന്നെ അല്ലു അർജുൻ പിന്നെ പറയണ്ടല്ലോ, എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും വൺസ് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. റിവ്യൂ ആയിട്ട് നമ്മളൊന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഈ എന്റർടൈനറാണ്, എന്റർടൈൻ ചെയ്യുക, അത്ര തന്നെ. അതിനകത്ത് ഒരുപാട് പുഷ്പ ഫ്ലവർ ആണെന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൺസ് ഉറപ്പായിട്ട് എല്ലാവരും കണ്ടിരിക്കണം. രശ്മിക തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല രസമുണ്ട്. എല്ലാവരും കാണണം, ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.